വെൽക്കം ടു ബുദ്ധ സീഡ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനും കിൻഫ്ര ഹൈടെക് പാർക്കിനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും എല്ലാം അടുത്തായി തേവയ്ക്കൽ ജംഗ്ഷനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ 3 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 3 സെന്റ് 480 ലിങ്സ് മുതൽ 4 സെന്റ് 440 ലിങ്സ് വരെയുള്ള വില്ലകളാണ് ഉള്ളത്. 1590 സ്ക്വയർ ഫീറ്റ് മുതൽ 1888 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകളാണുള്ളത്. എല്ലാം 3 BHKകളാണ്. 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും വർക്ക് ഏരിയയും 2 കാർ പാർക്കിംഗ് സഹിതമാണ് ഈ ഒരു മനോഹരമായ വില്ലകൾ വരുന്നത്. കൂടാതെ ഈ വില്ലകൾ സെമി ഫർണിഷ്ഡ് ആയിട്ടും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുമാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ വില്ലകളിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 900 മീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് 1 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 4.4 കിലോമീറ്ററും കാക്കനാടേക്ക് 5.4 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 7.4 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.2 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ മനോഹരമായ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലോപ്പിംഗ് റൂഫ് നൽകി റൂഫ് ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി ബ്രിക്ക് ഡിസൈനുള്ള ടൈലുകളും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. റോഡിൽ ഇനി ഇന്റർലോക്ക് കട്ടകൾ കൂടി വിരിക്കാനായിട്ടുണ്ട്. റോഡിൻ്റെ എൻഡിലായിട്ടാണ് കോമൺ കിണർ വന്നിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കും അതുപോലെ തന്നെ ജാളി വർക്കും ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 വേ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഗേറ്റിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 14.5 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകളാണ് വന്നിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് മനോഹരമായി പ്ലാന്റർ ബോക്സുകൾ നൽകി നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഫുള്ളി വന്നിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ 9.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും കടപ്പാ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ പ്രൊജക്ടർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തും പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്ത് വിട്ട് വരുന്നത്. മെറ്റൽ ചിപ്സ് ആണ് പിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലായിട്ടൊരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് കാണുന്നത് വർക്ക് ഏരിയ ആണ്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് പിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മെറ്റൽ ചിപ്സും ഒരു ടാപ്പുമാണ് വന്നിരിക്കുന്നത്. ഇരുവശത്തായിട്ടും 2 കോർട്ട്യാർഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ലിവിംഗ് സ്പേസിൽ നിന്നും ഒന്ന് താഴത്തെ ബെഡ്റൂമിൽ നിന്നുമാണ് ഈ 2 കോർട്ട്യാർഡുകൾ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സീലിംഗിൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള വുഡൻ ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറുന്നത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിന് 11 അടിയിലേറെ നീളവും 11 അടിയിലേറെ തന്നെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലിപ്പമുള്ള ഒരു UPVC വിൻഡോ വന്നിട്ടുണ്ട്. കൂടാതെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഗ്രില്ല് വരുന്നുണ്ട്. വെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ UPVCയുടെ ഒരു ഡോറാണ് വരുന്നത്. ഈ ഇവിടെ നമുക്ക് ഒരു കോർട്ട്യാർഡ് കൂടി ലഭിക്കുന്നുണ്ട്. വിൻഡോയ്ക്കും ഡോറിനും എല്ലാം തന്നെ കർട്ടൻ വർക്ക്സും വന്നിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫയും കോഫി ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നത്. ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് താഴെയായിട്ട് സ്റ്റോറേജ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സൗത്തിലേക്ക് ഇവിടെയും ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ആ വിൻഡോയ്ക്ക് റോമൻ കർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് ആയിട്ട് വരുന്നത്. 14 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റിലേക്ക് വലിപ്പമുള്ളൊരു UPVC വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ റോമൻ കർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മുകളിൽ സീലിംഗിൽ
സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് ഒരു വാൾ ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലൊക്കെ മാറ്റ് ഫിനിഷിലുള്ള വാൾ ടൈലൊക്കെ കൊടുത്ത് വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ ലെഗ്രാൻഡിന്റെ സ്വിച്ചസും വീഗാർഡിന്റെ വയേഴ്സുമാണ് വരുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ വലുപ്പമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ലഭിക്കുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്തിരുന്ന പാനലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിന് ബാക്കിലായിട്ട് നമുക്കൊരു കൗണ്ടർ സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഈസ്റ്റിലേക്കും നോർത്തിലേക്കും UPVC വിൻഡോകൾ നൽകി ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ഷേപ്പിലുള്ള ഒരു കൗണ്ടർ സ്പേസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ള ഒരു സിങ്ക് വരുന്നുണ്ട്. ടാപ്പ് നൽകിയിട്ടുണ്ട്. ജാഗോന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഷ് വാഷറും മൈക്രോവേവ് ഓവനും എല്ലാം തന്നെ വെക്കാനായിട്ട് പ്രത്യേക സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസും അതുകൂടാതെ തന്നെ ധാരാളം സ്റ്റോറേജും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ ലഭിക്കുന്നത്. 2 സൈഡിലേക്കും ഗ്രിൽ ഡോർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. വർക്ക് ഏരിയയുടെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12.5 അടി നീളവും 11.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഗ്രില്ല് നൽകിയിട്ടുണ്ട്. റോമൻ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോട്ട് കൂടി വരുന്നുണ്ട്. ഹെഡ് പോർഷനൊക്കെ പില്ലോസ് ഒക്കെ കൊടുത്ത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ലൂവഡ് ഡിസൈനുള്ള പാനലിനും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കോട്ട് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വലുപ്പമുള്ള ഒരു മിററോട് കൂടി ഡ്രസ്സിംഗ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. വെസ്റ്റിലേക്ക് നമുക്കൊരു കോർട്ട്യാർഡ് ലഭിക്കുന്നുണ്ട്. ഇവിടേക്ക് UPVCയുടെ ഡോറാണ് വരുന്നത്. ഇവിടെയും കർട്ടൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ വലിയൊരു വാൾ റോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗോന്റെ ഒരു വാഷ് കൗണ്ടറും മിററും വരുന്നുണ്ട്. മിററിന്റെ ബാക്ക് ഗ്രൗണ്ടിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. എല്ലാം തന്നെ ജാഗോന്റെ ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു സ്പേഷ്യസ് ആയി ബാത്റൂമിൽ വരുന്നുണ്ട്. വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. സീലിംഗിൽ LED ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് ത്രെഡ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സൗത്തിലേക്ക് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയും ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റുകളാണ് സീലിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് ഒരു UPVC വിൻഡോ ആണ് വരുന്നത്. അതേപോലെ തന്നെ വെസ്റ്റിലേക്കും UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. വെസ്റ്റ് സൈഡിൽ റോമൻ കർട്ടൻസും നോർത്ത് സൈഡിൽ നോർമൽ കർട്ടൻസുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയും ഒരു കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു കോർണറിലായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡക്ടർ സ്പേസും കൂടാതെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയൊക്കെയാണ് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുള്ള ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിലും വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ LED ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് വരുന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു UPVC വിൻഡോ ആണ് വരുന്നത്. റോമൻ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് ഡോറാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കും ഉള്ള ഒരു ഓപ്പണിംഗ് കൂടി വരുന്നുണ്ട്. ഇവിടെയും ഒരു കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
കൂടാതെ ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ലൂവോയുടെ ഡിസൈനിലുള്ള പാനലിംഗ് സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ വലുപ്പമുള്ള ഒരു വാൾഡ്രോബും ഡക്കർ സ്പേസും ഈ ഒരു ബെഡ്റൂമിലും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വെറ്റീരിയൻ ഡ്രൈ ഏരിയ നമ്മൾ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും വരുന്നുണ്ട്. സീലിംഗിൽ LED ലൈറ്റുമാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗ് ആയിട്ട് വരുന്നത്. ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ്. ഹാൻഡ് റെയിൽ വരുന്ന MS-ലാണ്. ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ ബ്രിക്ക് ഡിസൈനുള്ള വാൾട്ടൈലാണ് വന്നിരിക്കുന്നത്. 3 സെന്റ് 150 ലിങ്സ് സ്ഥലത്ത് 1590 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു ഫുള്ളി ഫർണിഷ്ഡ് വീടിന് ചോദിക്കുന്നത് 1,15 ലക്ഷം രൂപയാണ്. സെമി ഫർണിഷ്ഡ് ആണെങ്കിൽ 1,08 ലക്ഷം രൂപയുമാണ് ചോദിക്കുന്നത്. 4.5 സെന്റോളമുള്ള 3 BHKക്ക് 1,25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇവയെല്ലാം തന്നെ നെഗോഷ്യബിളുമാണ്. അതുപോലെ ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.